ഫാമിലി ഹോമിലെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഈ വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ ദിവസമായി, പക്ഷേ ഇന്നാണ് ഒന്ന് ഇടാൻ പറ്റിയത്. കാരണം എനിക്കും പിന്നെ വീട്ടിലെല്ലാവർക്കും പനിയൊക്കെ ആയിരുന്നു, അതാണ് ഇത്രയും ലേറ്റ് ആയത്. പിന്നെ കുറേ നാളായിട്ട് ഒരു വ്ളോഗായിട്ട് വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ലോങ് വീഡിയോസ് എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ഒക്കെ ഉള്ള അതിമനോഹരമായ എൻ്റെ മടി കാരണമാണ് കുറച്ചുകൂടി ഈ വീഡിയോ എടുക്കാൻ ലേറ്റ് ആയത്. അപ്പോൾ ഇന്ന് എന്തായാലും എടുത്തു വെച്ച വീഡിയോ എല്ലാം സെറ്റാക്കി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് നമുക്ക് പോവാം. മിക്ക ദിവസങ്ങളിലും ഞാൻ കിച്ചണിൽ കയറിയാൽ ഫസ്റ്റ് ചെയ്യുന്ന പരിപാടി ഈ ചെയ്യുന്നത് തന്നെയാണ്. തലേ ദിവസം കഴുകി വെച്ച പാത്രങ്ങളെല്ലാം എടുത്ത് അതാത് സ്ഥലങ്ങളിൽ വയ്ക്കും. അതിനുശേഷം നേരെ ചായ ഇടാൻ കയറും. ഇവിടെ എനിക്ക് മാത്രമാണ് ചായ ഉള്ളത്. കുട്ടുമണിക്ക് പാലും രണ്ടാടിന് ഗ്രീൻ ടീ ആണ്. അങ്ങനെ 3 ഇതിലായിട്ട് വെച്ച് ഞാൻ പെട്ടെന്ന് അത് തീർക്കും. എനിക്ക് രാവിലെ തന്നെ ഒരു ചായ കുടിക്കണം. ചായ കുടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്നത്തെ ദിവസത്തേക്കുള്ള ഫുൾ എനർജി കിട്ടുകയുള്ളൂ. രാവിലെ എന്നല്ല, ചായ എനിക്ക് എപ്പോൾ തന്നാലും ഞാൻ കുടിക്കും. എനിക്ക് ചായ കുടിക്കണം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫസ്റ്റ് ചായയൊക്കെ ഇട്ട് ഞാൻ ചായ കുടിച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കും. അങ്ങനെ ചായയും ഗ്രീൻ ടീയും ഒക്കെ റെഡിയായി. ഇനി ചായ കുടിച്ചതിന് ശേഷം ഫുഡ് ഉണ്ടാക്കണ പരിപാടിയിലോട്ട് കിടക്കും. ഇത് ഇന്നലെ തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറാനായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചു. പിന്നെ ഇന്ന് രാവിലെ ഉപ്പുമാവായിരുന്നു. ആ വീഡിയോ അറിയാതെ സ്കിപ്പായിപ്പോയി. കാരണം ഞാൻ റെക്കോർഡായി എന്ന് വിചാരിച്ചു. പക്ഷെ പിന്നെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അത് റെക്കോർഡായില്ലായിരുന്നു. ഇനി നേരത്തെ എടുത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുവാണ്. അതിനാവശ്യത്തിന് എണ്ണയും 1 ക്യൂബ് ബട്ടറും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ചിക്കൻ ഇട്ട് 2 സൈഡും നന്നായിട്ട് അടച്ചു വെച്ച് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ ഇതിൽ എണ്ണയും ബട്ടറും ചേർക്കും. കാരണം എനിക്ക് ബട്ടർ ചേർക്കുമ്പോഴത്തേക്ക് തന്തൂരി ചിക്കനൊക്കെ കഴിക്കുന്ന ഒരു ചെറിയ ടേസ്റ്റ് വരാറുണ്ട്. ഇത് എനിക്കും കുട്ടുമണിക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബട്ടർ ചേർത്ത് ഫ്രൈ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 1-2 ടേബിൾ സ്പൂൺ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്താൽ മതി. കുട്ടുമണി നല്ല ഉറക്കമാണ്. സ്കൂളില്ലാത്ത ദിവസം ലേറ്റായിട്ട് എണീക്കുള്ളൂ. സ്കൂളുള്ള ദിവസം രാവിലെ തന്നെ എണീക്കും. അപ്പോൾ രേന്താടിന് വരണുണ്ട്. പക്ഷേ രേന്താടിൻ്റെ വീഡിയോ എടുക്കണം അറിഞ്ഞിട്ടില്ലായിരുന്നു. അതാണ് പെട്ടെന്ന് ക്യാമറ കണ്ടപ്പോഴത്തേക്കൊന്ന് ഷോക്കായത്. ഇനി അടുത്ത് ഞാൻ ചോറ് വയ്ക്കാൻ പോവാണ്. കുക്കറിൽ അരിയിട്ട് വേകുന്ന സമയം കൊണ്ട് അടുത്ത കറികളൊക്കെ റെഡിയാക്കും. അങ്ങനെ എല്ലാം കൂടെ മാറി മാറി ഒരുമിച്ച് അങ്ങ് ചെയ്യും. പിന്നെ മെയിനായിട്ട് കുട്ടുമണി എണീക്കുന്നതിന് മുൻപ് തന്നെ മാക്സിമം കുറേ ജോലികളെല്ലാം ഞാൻ ചെയ്ത് തീർക്കാൻ നോക്കും. കാരണം അവൻ എണീറ്റ് കഴിഞ്ഞാൽ കുറച്ച് നേരം അവൻ്റെ കൂടെ പോയി കിടക്കാൻ പറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. സ്കൂളുണ്ടെങ്കിൽ എണീറ്റിലുടൻ തന്നെ പോകാനുള്ള സമയമാവും. അങ്ങനെ അങ്ങ് പോകും. അങ്ങനെ അരി നന്നായിട്ട് കഴുകി ഞാൻ കുക്കറിൽ വയ്ക്കാൻ പോവാണ്. അപ്പോഴത്തേക്ക് എന്നെ കുട്ടുമണി എണീറ്റ് വന്നു. ഇനി അടുത്തത് എരിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എന്നാലും ഒരു മോർണിംഗ് വ്ളോഗിൻ്റെ വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നു. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും അറിഞ്ഞുകൂടാത്തവർക്ക് ഉണ്ടാകട്ടെ എന്ന് കരുതിയാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓരോ കറികൾ ഉണ്ടാക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മത്തങ്ങയും പെരുമ്പയറും കൂടെ ഇട്ടാണ് കറി വയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 1 കപ്പ് പെരുമ്പയർ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി കുറച്ച് നേരം കുതിരാൻ വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. ഇത് വേവുന്ന സമയം കൊണ്ട് എരിശ്ശേരിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കൂട്ട് നമുക്ക് റെഡിയാക്കാം.
ഇനി കടുവറുത്ത് കുറച്ച് തേങ്ങ മൂപ്പിച്ചെടുക്കണം. അതിന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും പിന്നെ ഒരു പിടി തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ ആദ്യം പെരുമ്പയർ സെപ്പറേറ്റ് ഇട്ടൊന്ന് വേവിച്ചെടുത്തു. അതിലേക്കാണ് ഒരു 1/4 ഭാഗം മത്തങ്ങ കൂടെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തത്. ഇനി അടുത്ത മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് തേങ്ങയും 2-3 അല്ലി വെളുത്തുള്ളിയും ജീരകം, മഞ്ഞൾപ്പൊടി, കരിവേപ്പില, മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ പെരുമ്പയറും മത്തങ്ങയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ചെടുത്ത തേങ്ങയും പിന്നെ മിക്സിയിൽ അടിച്ചെടുത്ത ആ കൂട്ടും ചേർത്ത് ഇളക്കി ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കണം. കുറച്ചൊന്ന് കുറുകി വെള്ളം വറ്റി വരുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കിയെടുക്കണം. അങ്ങനെ എരിശ്ശേരി ഉണ്ടാക്കി കഴിഞ്ഞു. ആ സമയം കൊണ്ട് ചോറും ആയിട്ടുണ്ട്. ഇനി ഒരു പുളിശ്ശേരി കൂടെ ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് തൈര് എടുത്തു. പിന്നെ മിക്സിയുടെ ജാറിൽ ആവശ്യത്തിന് തേങ്ങയും ഒരു പച്ചമുളകും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. പിന്നെ എണ്ണയും കടുകും വറ്റൽമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ ചേർത്ത് കടുവറുത്ത് ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കണം. പുളിശ്ശേരി റെഡിയായി. അങ്ങനെ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഫുൾ ക്ലീനിങ് പരിപാടികളാണ്. ആദ്യം പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കും. അതിനുശേഷം കിച്ചണൊന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ കുക്ക് ചെയ്ത ഫുഡെല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലാക്കി സൈഡിലോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫുൾ ജോലിയും കഴിഞ്ഞു. കിച്ചൺ ഫുള്ള് ക്ലീനായി, പാത്രങ്ങളൊക്കെ കഴുകി, കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു. അങ്ങനെ ഇന്നത്തെ ഈ വ്ലോഗ് ഞാനിവിടെ നിർത്തുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.